5 മിനിറ്റ് 43 സെക്കൻഡ്. വെരി പൂർ. മൂടോട്ടാണ്ട മൂസാക്ക, നമുക്കൊന്നും കൂടി മുങ്ങാന്നേ. അറിയാല 8 മിനിറ്റ് ആണ് വേൾഡ് റെക്കോർഡ്. എന്താടാ അറിഞ്ഞോ? ജെയിംസ് ക്രൂള്ള സിനിമ ഡയറക്ട് ചെയ്യാൻ പോകുന്നു. സരോജ് കുമാറിന്റെ ഡേറ്റ് കിട്ടി. കഥയുടെ ത്രെഡ് കേട്ടതും ഇഷ്ടപ്പെട്ട ഡേറ്റ് കൊടുക്കായിരുന്നു. സോഫിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അങ്ങനെ പൊടി പിടിച്ചു കിടന്ന ജെയിംസ് അച്ചായം വരെ പ്രശസ്തനായി. മൂസാക്കാന്റെ കാര്യം ആലോചിക്കുമ്പോഴാ കഷ്ടം. എന്റെ മൂസാക്ക, നിങ്ങൾ ഇങ്ങനെ ബൈക്കിടിച്ചും പാമ്പടിയേറ്റും ഫയർഫോഴ്സിന്റെ കയ്യിൽ കുടുങ്ങിയും ജീവിതം വെറുതെ പാഴാക്കല്ലേ. ഇതിലും ഭേദം മിക്ക ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോണതാ. ഇല്ലടാ സുമേഷ്, മുന്നോട്ട് വെച്ച കാലിനി പിന്നോട്ട് വെക്കില്ല. മയ്യത്തായാലും വേണ്ടില്ല. ഇപ്രാവശ്യം ലോക റെക്കോർഡ് ഞാൻ തിരുത്തും. നീ കണ്ടോ, ലിംക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വെള്ളത്തിനടിയിൽ ഏറ്റവും കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരുന്നവൻ ഈ ഖാദർ മൂസയായിരിക്കും. ഇനി ഞാൻ എന്നാ കണ്ണാടിക്കൂട്ടിലിട്ട് പാമ്പുകൾ കൂട്ടക്കടി കടിച്ച ശേഷം ഇതാ സ്ഥിതി. പല പിപിയോ മകുടിയോ അടുത്തൂടെ പോയാ മതി, ഞാൻ പാമ്പിനെ പോലെ ആയിപ്പോം. എന്റെ ദൈവമേ, കത്തി ഉണ്ടായിരുന്നേ അതും മുടർത്തിയേനെ. Yes, Khadar Musa is ready for the battle. Breath holding attempt. മോൾക്ക് എഴുതാൻ നല്ല വേഗതയുണ്ടല്ലോ. പലരും സിനിമ സ്ക്രിപ്റ്റ് എഴുതാൻ മാസങ്ങളാണ് എടുക്കുന്നത്. എനിക്കറിയില്ല പപ്പ, ആരും എന്നെ കൊണ്ട് പറഞ്ഞെഴുതിക്കും പോലെ ഞാനിങ്ങ് എഴുതുകയാണ്. ഞാൻ വരൂ. ഡാഡി, അവർ രണ്ടാളും എന്നോടൊന്നും മിണ്ടിയില്ല. നീ എവിടെയായിരുന്നു, നിനക്ക് സുഖമാണോ ഒന്നും ചോദിച്ചില്ല. എന്ത് പാരന്റ്സ്, എന്ത് ബന്ധം. മറഡോണ പഠിക്കാത്തവൻ, തെമ്മാടി, ഫൂൾ. അറിയോ, +2 വരെ ഞാൻ നന്നായി പഠിച്ചിരുന്നവനാ. എന്താ +2 കഴിഞ്ഞപ്പോ നിന്റെ തലച്ചോറ് ആവിയായി പോയോ? ഇല്ല, പക്ഷേ എന്റെ സ്വപ്നങ്ങൾ ആവിയായിപ്പോയി. 10th പാസ്സായ കമ്പ്യൂട്ടർ, +2 ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായാൽ ബൈക്ക്. ഇതൊക്കെയായിരുന്നു ഡാഡിയുടെ വാഗ്ദാനങ്ങൾ. ഒന്നും വാങ്ങി തന്നില്ല. കൂട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറും ബെഡായക്കാരൻ മാത്രമായി. ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഉണ്ടാവാം എന്ന് വെച്ച് ഞാൻ എനിക്ക് ചെരുപ്പ് കിട്ടിയാൽ ഇടാതെ നടക്കണം. ഡിഗ്രിക്ക് ചേരാൻ നേരത്ത് കൊമേഴ്സ് പഠിക്കാൻ തീരെ താല്പര്യമില്ലാതിരുന്ന എന്നെ ഡാഡി നിർബന്ധിച്ച് കൊമേഴ്സിന് ചേർത്തു. എന്നിട്ട് ഞാൻ പഠിച്ചു. 2 പേപ്പർ ഇപ്പോഴും കിട്ടാനുള്ളൂ. എന്നിട്ടോ ബിസിനസ് ചെയ്യാൻ കാശ് ചോദിച്ചപ്പോ ബുദ്ധിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് കളിയാക്കി. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എന്തിനനുസരിക്കണം? പ്രിയപ്പെട്ടവരെ, ശ്രീ ഖാദർ മൂസയുടെ ജലാഭ്യാസ പ്രകടനം ഉടൻ ആരംഭിക്കാൻ പോവുകയാണ്. കൈവരിപ്പുഴയിൽ ഖാദർ മൂസയുടെ അഭ്യാസം തുടങ്ങാൻ പോവുകയാണ്. ഈ മൂസാക്കയ്ക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? വെറുതെ. അയാളത് നിർത്തണമെങ്കിൽ അയാളുടെ ഭാര്യ സീനത്ത് മടങ്ങിയെത്തണം. പിണങ്ങിപ്പോയ ഭാര്യ തന്റെ പ്രശസ്തി കണ്ട് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച പാവം ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് ആ കുളത്തിലെ റെക്കോർഡ് ഞാനാണ് ഫയർഫോഴ്സിനെ വിളിപ്പിച്ച് തകർത്തത്. റെക്കോർഡിന് വേണ്ടി മൂസ വെള്ളത്തിൽ മുങ്ങും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന അടിയൊഴുക്ക് കാരണം
കുറച്ചകലെ തകർന്നു കിടക്കുന്ന ബോട്ടിനുള്ളിലെ വലയിൽ കാൽ കൊടുക്കും. അപ്പൊ മൂസാക്ക? അങ്ങനെ കുറെ നേരം കിടന്നാൽ അയാൾ മരിക്കും. നോ ഏഞ്ചൽ, മൂസാക്കനെ രക്ഷപ്പെടുത്തണം പ്ലീസ്. എന്റെ ഇന്നത്തെ വരം മൂസാക്കനെ രക്ഷപ്പെടുത്തണം. ഒരു ഏഞ്ചൽ, ഇനി ഒരു വരം എനിക്ക് വേണ്ട. ഒന്നിനും കൊള്ളാത്തൊരു വരം. Mr. Kadam Musa is making an attempt to break the 8-minute breath-holding world record. So all the best to Mr. Kadam Musa. Thank you. ഹലോ ഫയർഫോഴ്സ്. അതെ. സർ, ഇവിടെ അടുത്തുള്ള കൈവരി പുഴയില് ഖാദർ മൂസയ്ക്ക് അപകടം. രക്ഷിക്കണം സർ. ഖാദർ മൂസയ്ക്ക് അല്ലേ? പോടാ റാസ്കൽ. സർ, കുറെ നാളായി നീ പലതും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിങ്ങനെ വട്ട് കളിപ്പിക്കുന്നു. എന്താടാ, നിനക്കൊക്കെ തമാശ കളിക്കാനാണോ ഫയർഫോഴ്സ് ഇവിടെ ഞങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്? ഫോൺ വെക്കണം റാസ്കൽ. സർ, സർ. എന്തായാലും നമുക്ക് കൈവരിപ്പുഴ വരെ ഒന്ന് പോയിട്ട് വരാം. പ്രിയപ്പെട്ടവരെ, 8 മിനിറ്റിന്റെ റെക്കോർഡ് നേർക്കുവാൻ വേണ്ടി നമ്മുടെ മൂസാക്ക വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ മാറി മാറി നിങ്ങൾ. എന്റെ പൊന്നു സാറേ, ഈ തവണെങ്കിലും മൂസാക്കാന്റെ പരിപാടി പൊളിക്കരുത്. ഓക്കെ ഓക്കെ, ഇനി ഒരിക്കലും ഫയർഫോഴ്സിന് അബദ്ധം പറ്റില്ല. അദ്ദേഹം റെക്കോർഡ് നേടട്ടെ. ഫയർഫോഴ്സിന്റെ എല്ലാ ആശംസകളും. താങ്ക് യു ഫയർഫോഴ്സ്. അപ്പൊ ചട്ടിത്തൊപ്പിക്കാരെ ഓക്കെ. Mr. Kadar Musa has broken the previous record. set a new record, a time of 9 minutes and 10 seconds. മരണ
സത്യത്തിൽ എനിക്ക് എന്താണ് സംഭവിച്ചത്? മൂസാക്ക ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാവരോടും. മരോണ, എന്താ സംഭവിച്ചത്? മൂസാക്കയ്ക്ക് അപകടം പറ്റിയെന്ന് കരുതിയാ ഞാൻ ചാടിയത്. പക്ഷേ ഞാൻ എത്തുമ്പോഴേക്കും മൂസാക്ക പൊങ്ങി വന്നു. ഞാൻ പുഴയിൽ ചാടിയതുകൊണ്ടല്ലേ മൂസാക്കാനെ ഏഞ്ചൽ രക്ഷിച്ചത്? അല്ലെങ്കിലും ഞാൻ മൂസയെ രക്ഷിക്കുമായിരുന്നു. കാരണം നിനക്ക് തന്ന വരമാണത്. എന്നിട്ട് ആദ്യം രക്ഷിക്കില്ല എന്ന് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ നിനക്ക് വിഷമം തോന്നിയോ? ഉം. നിന്നോട് വെറും 5 ദിവസം പരിചയമുള്ള ഞാൻ നീ പറഞ്ഞ ഒരു കാര്യം കേൾക്കാഞ്ഞപ്പോ നീ വിഷമിച്ചെങ്കിൽ വർഷങ്ങളായി നിന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾ നീ അവരെ അനുസരിക്കാതിരിക്കുമ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും? മറഡോണ, ലുക്ക് അറ്റ് മീ. ശശി, ബൈക്ക് മേടിച്ചു കൊടുക്കാഞ്ഞിട്ട് മോൻ വീട്ടിൽ കിടന്ന് ഭയങ്കര ബഹള. എന്റെ ജോസഫെ +2 പാസ്സായെന്ന് കരുതി ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പൊടി പോലും കിട്ടില്ല. അവന് സയൻസ് ഗ്രൂപ്പ് വേണമെന്നാ പറയുന്നേ. എന്റെ ജോസഫ് സാറേ, നമ്മളൊക്കെ ഈ ബാങ്കിൽ വർക്ക് ചെയ്തിട്ട് അവനെ കൊണ്ടുപോയി സയൻസിൽ ചേർത്തിട്ട് എന്താ കാര്യം? വല്ല ബികോമിന് ചേർക്കൂ. ഇന്റർനെറ്റ് കഫേ തുടങ്ങാനുള്ള പൈസ കൊടുത്തേക്ക്. ഞാൻ അറിഞ്ഞൂന്ന് അവൻ അറിയണ്ട. എന്നോടുള്ള വാശി കൊണ്ടെങ്കിലും അവൻ നന്നായ മതി. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം തന്നെ നീ ഇതൊക്കെ അറിയണമെന്ന് എനിക്ക് തോന്നി. നാളെ നിന്റെ ബർത്ത്ഡേ ആണ്. ശരിയാ, ഞാനത് മറന്നുപോയി. നാളെ നമുക്ക് ഡാഡിയും മമ്മിയും സോഫിയും മറ്റെല്ലാരും വിളിച്ച് ആഘോഷിക്കണം. നാളെ നിനക്ക് 22 വയസ്സ് തികയും. അതെ, നിന്റെ ആയുസിന്റെ 1/3 നാളെ പൂർത്തിയാകും. ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും. ഇതാണ് എനിക്ക് വേണ്ടത്. നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അപ്പോ നാളെ രാത്രി 12 മണിയോടെ നിന്റെ ആയുസ് തീരും. ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ തിരഞ്ഞെടുത്ത നിന്റെ വിധിയാണിത്. ഒരു 12 വയസ്സുകാരൻ പയ്യന്റെ കയ്യാൽ നീ കുത്തേറ്റ് മരിക്കും. പ്രിയമുള്ളവരെ, ലിംക റെക്കോർഡ് നേടിയ ശ്രീ ഖാദർ മൂസയെ ഈ കോളനി നിവാസികൾക്ക് വേണ്ടിയും എന്റെ സ്വന്തം പേരിലും ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനത്തോടൊപ്പം ഒരു നന്ദി പ്രകടനത്തിനു കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് മറ്റൊരാളുമല്ല, മറഡോണയോടാണ്. സിനിമയ്ക്കായി ഒരു നല്ല കഥ തേടി അലഞ്ഞ എനിക്ക് സുന്ദരമായ ഒരു കഥ കിട്ടിയത് മറഡോണ മൂലമാണ്. ഒരുപാട് നാള്
സൂപ്പർ താരങ്ങളുടെ പുറകെ ഒരു ഡേറ്റിനായി ഞാൻ അലഞ്ഞിട്ടുണ്ട്. പല കഥകൾ പറഞ്ഞെങ്കിലും ആർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. മറഡോണയുടെ കഥ സുഹൃത്തായ വൺ മിസ്റ്റർ ഏഞ്ചൽ ജോൺ ആണ് എന്റെ മകൾ സോഫിയോട് പറഞ്ഞത്. താങ്ക് യു മറഡോണ, താങ്ക് യു വെരി മച്ച്. Maradona, please come to the stage. മൂസയ്ക്ക്, അതായത് എനിക്ക് ഭ്രാന്താണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ജീവൻ പോലും അപകടത്തിലാകുന്ന കളികൾക്ക് ഇറങ്ങിയത് ലിംക റെക്കാർഡി പേര് നേടി ഷൈൻ ചെയ്യാനായിരുന്നില്ല. മറിച്ച് നിസാര വഴക്കിന്റെ പേരിൽ എന്നെ വിട്ടുപോയ എൻ്റെ ഭാര്യ സീനത്ത് ഞാൻ പ്രശസ്തനാകുന്നത് കണ്ട് നഷ്ടബോധം തോന്നി തിരിച്ചു വരുമെന്ന് കരുതിയിട്ടാണ്. ഇന്നലെ തന്നെ എൻ്റെ സീനത്തിനെ വിളിച്ചു. ഇപ്പൊ 2 അവാർഡ് കിട്ടി മൂസയ്ക്ക്. ഒന്ന് ലിംക, പിന്നെ എൻ്റെ സീനത്ത്. സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ എന്നെ സ്നേഹിച്ച ഇവനുണ്ടല്ലോ, ഈ മറഡോണ. എന്റെ കുഞ്ഞനുജനാണിവൻ, ഈ മൂസക്കയുടെ കുഞ്ഞനുജൻ. മറക്കൂല, ഒരു കാലത്ത് മൂസ മറക്കൂല. പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുമെന്ന്. അടുത്ത കാലത്തായി ഞാനൊരു ചന്ദനമരം ചാരി. ആ ചന്ദനത്തിന്റെ സുഗന്ധം എന്നിൽ നിറയുകയും ചെയ്തു. ചന്ദനം എന്നിൽ പെയ്യുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് മറഡോണ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. കം ഓൺ. മോനെ, ഏതൊരപ്പനും ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണെന്ന്. ഞാനും വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. മമ്മിക്ക് ഒരുപാട് സന്തോഷായി. പപ്പ നിനക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. ബൈക്ക് അതാ വരുന്നു. മർഡോണ, ജോസഫ് അങ്കിളിനെ ആന്റിയും ഇത്രയും സന്തോഷമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. താങ്ക്സ് ഫോർ എവറിത്തിങ്. എന്താ? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. നിന്റെ ആയുസ് തീരാൻ ഇനി 2 മണിക്കൂറേ ഉള്ളൂ. നിനക്ക് ഒരു വരം കൂടി ബാക്കിയുണ്ട്. ഏഞ്ചൽ, സോഫിക്ക് അവളുടെ മുടന്ത് മാറ്റി കൊടുക്കാമോ? എന്റെ അവസാന വരമായിട്ട്. മറ്റൊന്നുമല്ല, ഞൊണ്ടിന്നും മുടന്തിന്നും വിളിച്ച് ഒരുപാട് പ്രാവശ്യം ഞാൻ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു പ്രായശ്ചിത്തമായി. പറ്റില്ല മർഡോണ, നിന്റെ ഒരു വരം മറ്റൊരാൾക്ക് വേണ്ടി നീ ഉപയോഗിച്ചു കഴിഞ്ഞു. ഖാദർ മൂസയ്ക്ക് വേണ്ടി. ഏഞ്ചൽ, ഇനി എനിക്ക് ആയുസ് നീട്ടിക്കിട്ടില്ലല്ലോ അല്ലേ? ആയുസ് എന്റെ കയ്യിലല്ല മർഡോണ. എന്റെ സ്ഥാനത്ത് ഏഞ്ചൽ ആണെങ്കിൽ അവസാന വരം എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഗുഡ് ക്വസ്റ്റ്യൻ. നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഈ വരം എന്തിനു വേണ്ടി ഉപയോഗിക്കുമെന്നല്ലേ?
ജീവിതത്തിലെ ഈ അവസാന സമയം ദൈവത്തിന്റെ ആൾക്കാർക്കൊപ്പം ചിലവിടാൻ തീരുമാനിക്കും. ദൈവത്തിന്റെ ആൾക്കാരോ? അവർ എല്ലായിടത്തുമുണ്ട്, ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രം. എങ്കിൽ എന്റെ അവസാന വരം